പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ട്രെയിൻ യാത്രക്കായി നമ്മളിപ്പോൾ വീണ്ടും മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ. ഈ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ കാണിച്ചിരുന്നതാണ്. മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSR ബംഗളൂരിലോട്ട് പോകുന്ന ചാമുണ്ഡി എക്സ്പ്രസിൻ്റെ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ ഇട്ടിരുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിൻ യാത്രയും ബംഗളൂരിലോട്ട് തന്നെയാണ്. ബംഗളൂരിലെ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര. എന്നാൽ ചാമുണ്ഡി എക്സ്പ്രസിൻ്റെ വീഡിയോയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി മറ്റൊരു റൂട്ടിലൂടെയാണ് നമ്മൾ ഇന്ന് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ആസൻ വഴിയാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്രക്കുള്ള ട്രെയിനാണ് ഇപ്പോൾ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 5ാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ടായി നിർത്തിയിട്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് മൈസൂരിൽ നിന്നും ആസൻ വഴി യശ്വന്ത്പൂരിലോട്ട് പോകുന്ന മൈസൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര. എല്ലാ കോച്ചുകളും അൺറിസർവ്ഡ് ആയിട്ടുള്ളൊരു എക്സ്പ്രസ് ട്രെയിനാണ്. നമ്മുടെ ഈ ട്രെയിൻ രാവിലെ 7:15 മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുക. നമ്മുടെ ഈ മൈസൂരു യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് റേറ്റ് ഷെയറിംഗ് ഒക്കെ വരുന്നുണ്ട്. ഈ ബോർഡിൽ കാണുന്ന പോലെ യശ്വന്ത്പൂർ സേലം എക്സ്പ്രസ്സുമായിട്ടാണ് നമ്മുടെ ഈ മൈസൂരു യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൻ്റെ റേറ്റ് ഷെയറിംഗ് വരുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിൻ യാത്രക്കുള്ള നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിന് കീഴിലുള്ള ഒരു WDP 4D ഡീസൽ ലോക്കോയിലാണ് ഇന്ന് നമ്മൾ മൈസൂർ തൊട്ട് യശ്വന്ത്പൂർ വരെ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ലോക്കോ ഇതുവരെ ഓണാക്കിയിട്ടില്ല. നമ്മുടെ ലോക്കോ പൈലറ്റുമാരൊന്നും ഈ ലോക്കോയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് ഇതുപോലത്തെ ഒരു WDP 4D ഡീസൽ ലോക്കോ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ശബ്ദമാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ഇതപ്പം മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് ഇതായി വന്നുകൊണ്ടിരിക്കുന്നത്. ലല്ലാഗുഡ ലോക്കോ ഷെഡിൻ്റെ ഒരു WAP 7 ലോക്കോയുമായി ഇതായി വന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ നമ്പർ 160-21 കാവേരി എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും MGR ചെന്നൈ സെൻട്രലിൽ നിന്നും മൈസൂരു ജംഗ്ഷനിലോട്ട് വരുന്ന ഒരു ഓവർനൈറ്റ് ട്രെയിനാണിത്. എല്ലാ ദിവസവും രാത്രി 9:15 MGR ചെന്നൈ സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ പിറ്റേന്ന് രാവിലെ 6:40 മൈസൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്. എല്ലാ ദിവസവും ചെന്നൈയിൽ നിന്നും മൈസൂരിലോട്ട് സർവീസ് നടത്തുന്ന പോലെ ഈ കാവേരി എക്സ്പ്രസ് തിരിച്ച് മൈസൂരിൽ നിന്ന് MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ടും എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട്. മൈസൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് ഈ ട്രെയിൻ നമ്പർ 160-22 എന്ന ട്രെയിൻ നമ്പറിലാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മൈസൂരിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 6:45 MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന രീതിയിലാണ് ഈ ട്രെയിനിൻ്റെ ടൈമിംഗ്. മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മൈസൂർ ജംഗ്ഷനിൽ നിന്നും KSR ബംഗളൂരു വരെ പോകുന്ന ചാമുണ്ഡി എക്സ്പ്രസ് ആണ്. 6:45 ഈ ചാമുണ്ഡി എക്സ്പ്രസ് മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടാറുള്ളത്. മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോം തന്നെയാണ് അധിക ദിവസങ്ങളിൽ ഈ ചാമുണ്ഡി എക്സ്പ്രസ് പുറപ്പെടാറുള്ളത്. കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിൻ്റെ ഒരു WAP 7 ആണ് നമ്മുടെ ചാമുണ്ഡി എക്സ്പ്രസിൻ്റെ ലോക്കോ വരുന്നത്. സമയം അങ്ങനെ ഇതപ്പോൾ 6:55 ആയിട്ടുള്ളത്. നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ അങ്ങനെ ഇതപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടിയിലുള്ള ലോക്കോ പൈലറ്റുമാർക്ക് ഇതപ്പോൾ ലോക്കോടെ എടുത്തിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം ഇവിടെ കാത്തുനിന്ന് നമ്മുടെ ഈ ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സമയം അങ്ങനെ 7:16 ആയപ്പോൾ നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. 1 മിനിറ്റ് വൈകിട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൈസൂർ യശ്വന്ത്പൂർ ട്രെയിൻ നമ്പർ 16-208 എന്ന ട്രെയിൻ നമ്പറിലാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ഡെയിലി ട്രെയിൻ സർവീസാണിത്. എല്ലാ ദിവസവും രാവിലെ 7:15 മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ 7 മണിക്കൂർ 45 മിനിറ്റ് എടുത്തു ഉച്ചയ്ക്ക് 3 മണിക്കാണ് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്. ആകെ 32ഓളം റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് വരുന്നത്. 295 കിലോമീറ്ററാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്ന ആകെ ദൂരം എന്ന് പറയുന്നത്.
മൈസൂർ തൊട്ട് യശ്വന്ത്പൂർ വരെയുള്ള ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് 65 രൂപയാണ്. നമ്മുടെ വലതുവശത്തായി ഇതാ കുറേ കുറ്റികൾ പോലെ ഇതായി കാണുന്നത് ട്രെയിനുകളുടെ പുറംവശം എല്ലാം കഴുകി വൃത്തിയാക്കുന്ന ട്രെയിൻ ഓട്ടോമാറ്റിക് ക്ലീനിങ് പ്ലാന്റ് ആണ് ഇതാ കാണുന്നത്. ഈ പ്ലാന്റ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ആരക്കോണം ലോക്കോ ഷെഡിൻ്റെ ഒരു WP4 ലോക്കോയുമായി ഇതാ വരുന്നത് ട്രെയിൻ നമ്പർ 16220 തിരുപ്പതി ചാമരാജനഗർ എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ ഇന്നലെ രാത്രി 9:40 തിരുപ്പതിയിൽ നിന്നും പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 9:20 ചാമരാജനഗർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരേണ്ടത്. ഈ ട്രെയിൻ ജോളാർപേട്ട, കുപ്പം, KSR ബംഗളൂരു, മൈസൂർ വഴിയാണ് ചാമരാജനഗറിലോട്ട് പോകുന്നത്. ഈ ട്രെയിനിൽ നിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. 7:10 ഈ ട്രെയിൻ മൈസൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരേണ്ടത്. നമ്മുടെ ട്രെയിൻ എങ്ങനെയാ മൈസൂർ ബാംഗ്ലൂർ മെയിൻ ലൈനിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോൾ മൈസൂർ ആസൻ ലൈനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം നമ്മുടെ ട്രെയിൻ എങ്ങനെയാ അപ്പോൾ ഇതിൻ്റെ ആദ്യ സ്റ്റേഷനായ ബെൽഗുല റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ബെൽഗുല റെയിൽവേ സ്റ്റേഷൻ. ആകെ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. മൈസൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം മാറിയിട്ടാണ് നമ്മുടെ ഈ ബെൽഗുല റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഒരു മിനിറ്റായിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് ബെൽഗുല റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ ഇവിടുത്തെ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. BLGA എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ KRS ഡാമിൻ്റെ റിസർവോയറുകളാണ് ഈ കാണുന്നതൊക്കെ. നമ്മുടെ കർണാടകയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് നമ്മുടെ ഈ KRS ഡാം എന്ന് പറയുന്നത്. ഈ KRS ഡാമിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കൃഷ്ണരാജസാഗര എന്നാണ്. മൈസൂരിലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണങ്ങളൊന്നായ നമ്മുടെ വൃന്ദാവൻ ഗാർഡനൊക്കെ ഈ ഡാമിനോട് ചേർന്നാണ് വരുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ കല്ലൂർ എടഹള്ളി എന്ന റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ പ്ലാറ്റ്ഫോം വരുന്നുള്ളൂ. ഈ ട്രെയിനിൻ്റെ ഇടതുവശത്തായിട്ടാണ് പ്ലാറ്റ്ഫോം ഒക്കെ വരുന്നത്. ട്രെയിൻ എങ്ങനെ ഇതപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. KLY എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. ആകെ 6 ട്രെയിനുകൾക്ക് മാത്രമേ ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുള്ളൂ. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ മൈസൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സും യശ്വന്ത്പൂർ മൈസൂർ എക്സ്പ്രസ്സും ഇതുകൂടാതെ മൈസൂർ അരസിക്കര റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന 4 പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമേ ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുള്ളൂ. കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിൻ്റെ WDP4 ടിൻസ് ലോക്കോയുമായി വന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ 5626 അരസിക്കര മൈസൂർ ജംഗ്ഷൻ പാസഞ്ചർ ട്രെയിനാണ്.
രാവിലെ 5 മണിക്ക് അരസിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ രാവിലെ 9:25 മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പോൾ ഹക്കിഹബലു എന്നൊരു റെയിൽവേ സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത്. ട്രെയിൻ അങ്ങനെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. 1 മിനിറ്റ് ആയിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൈസൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് പേരായി യശ്വന്ത്പൂർ മൈസൂർ എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട്. ട്രെയിൻ നമ്പർ 16207 എന്ന ട്രെയിൻ നമ്പറിലാണ് ആ ട്രെയിൻ സർവീസ് നടത്തുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 യശ്വന്ത്പൂരിൽ നിന്ന് പുറപ്പെടുന്ന ആ ട്രെയിൻ രാത്രി 8:10 മൈസൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പോൾ ശ്രാവണന്നൂർ എന്ന റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമുള്ള വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ശ്രാവണന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ മൈസൂർ ആസൻ ലൈനിൽ അധികമുള്ള റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇത്തരത്തിൽ വളരെ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളാണ്. SRVN എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൽ മൈസൂരു റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. കർണാടകയിലെ ആസൻ ജില്ലയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ അടുത്തതായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഹോളെ നരസിംഹപൂർ എന്ന റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 2 പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ള ഈ ട്രെയിൻ റൂട്ടിലെ തന്നെ അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ഹോളെ നരസിംഹപൂർ റെയിൽവേ സ്റ്റേഷൻ. HLN എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. 20ഓളം ട്രെയിനുകൾക്ക് ഈ ഹോളെ നരസിംഹപൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പും വരുന്നുണ്ട്. ഒരു മിനിറ്റായിരുന്നു നമ്മുടെ ഈ ട്രെയിന് ഹോളെ നരസിംഹപൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ 1 മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ ഇവിടുന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറിനടുത്ത് ഡിലേ ആയിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുള്ളത്. 9:18 പുറപ്പെടേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ 9:46 ആയപ്പോഴേക്കാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൈസൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൻ്റെ അധിക കോച്ചുകളുടെ ഇത്തരത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ ട്രെയിനിൽ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും ഈ ട്രെയിൻ ഇത്ര കാലി അടിച്ചാണോ പോകുന്നത് എനിക്കറിയില്ല. നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പോൾ ഹാസൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാസൻ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ നമ്മുടെ ട്രെയിനിൻ്റെ ഇടതുവശത്തായി നേരെ മുന്നിലായി കാണുന്നത് കർണാടക RTCയുടെ ഹാസനിലെ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. സമയം അങ്ങനെ അപ്പം 10:28 ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ ഈ ട്രെയിൻ യാത്രയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലൊന്നായ ഹാസൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാസൻ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ ഹാസൻ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. HAS എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്.
നമ്മുടെ ഈ യാസൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികളൊക്കെ വൻതോതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായത് അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലുള്ള റൂഫുകളുടെ പണിയൊക്കെ പുതുതായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ട്രെയിനിന് 5 മിനിറ്റാണ് ഹാസൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഹാസൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുള്ളത്. 10:10 നമ്മുടെ ട്രെയിൻ ഹാസൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടത്. ഈ ഹാസൻ റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവുന്നത് ഹാസൻ മൈസൂർ ലൈനും ഹാസൻ ബാംഗ്ലൂർ ലൈനും കൂടാതെ ഹാസനിൽ നിന്നും അരിസിക്കരയിലേക്ക് തിരിഞ്ഞു പോകുന്ന മറ്റൊരു ലൈനും കൂടി ഉള്ളത് കൊണ്ടാണ് ഇത് ഹാസൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവുന്നത്. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ ഹാസൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഈ ഹാസൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ട്രെയിനിലേക്ക് അത്യാവശ്യം ആളുകളൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. ഹാസൻ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ലൈനിലായിട്ട് അവിടെ ഒരു കിടിലനൊരു ഡീസൽ ലോക്കോ നിർത്തിയിട്ടിട്ടുണ്ട്. ജിഗൂട്ടി ലോക്കോ ഷെഡിൻ്റെ ഒരു WDG-4G ഡീസൽ ലോക്കോ ആണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഡീസൽ ലോക്കോകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീസൽ ലോക്കോ ആണ് ഈ WDG-4G ഡീസൽ ലോക്കോ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലേക്കൊന്നും അധികം കാണാത്തൊരു ലോക്കോയാണിത്. അപ്പുറത്തെ ട്രാക്കിലൂടെ ഈ വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ നമ്പർ 11351 മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നും ഹാസൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന സോലാപൂർ ഹാസൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ ഇന്നലെ രാത്രി 7:20 സോലാപൂരിൽ നിന്നും പുറപ്പെട്ട് ഇന്ന് രാവിലെ 10:56 ഹാസൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുക. ഈ ട്രെയിനിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് വാടി ജംഗ്ഷൻ, റായ്ചൂർ, ഗുണ്ടക്കൽ, യലഹങ്ക, യശ്വന്ത്പൂർ വഴിയാണ് ഈ ട്രെയിൻ ഹാസൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത്. കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിൻ്റെ WDP-4D ഡീസൽ ലോക്കോയാണ് ഈ ട്രെയിനുള്ളത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ഇപ്പോൾ ശാന്തിഗ്രാമ എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്രയും നേരം ഉണ്ടായിരുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് നമ്മുടെ സോലാപൂർ ഹാസൻ ട്രെയിൻ നമ്മുടെ ക്രോസ് ചെയ്ത് പോയത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ഇപ്പോൾ അടുത്തതായി എത്തിക്കൊണ്ടിരിക്കുന്നതായി കാണുന്ന ശ്രാവണബലഹോള റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. ഒരുപാട് സഞ്ചാരികളൊക്കെ എത്തുന്ന റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ ശ്രാവണബലഹോള. അതിന് കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ജൈനമതക്കാരുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ശ്രാവണബലഹോള.
ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 57 അടി ഉയരത്തിലായി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമയായ ബാഹുബലി ശില്പം നിൽക്കുന്നത് ഈ ശ്രാവണബലഹോളയിലാണ്. കേരളത്തിൽ നിന്നുള്ള ആകെ ഒറ്റ ട്രെയിൻ മാത്രമേ ഈ ശ്രാവണബലഹോള റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നുള്ളൂ. ആ ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 16512 കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ ഷൊർണൂർ വഴി കടന്നു പോകുന്ന ട്രെയിനല്ല. ഈ ട്രെയിൻ മാംഗ്ലൂർ, സകലേഷ്പൂർ, ഹാസൻ വഴിയാണ് ശ്രാവണബലഹോള റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 5:05 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ പിറ്റേന്ന് രാവിലെ 6:02 യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത്. പുലർച്ചെ 3:30 ഈ ട്രെയിൻ ശ്രാവണബലഹോള റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. നമുക്ക് നേരെ മുന്നിലായി ഇതാ കാണുന്ന മലക്ക് മുകളിലായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 57 അടി ഉയരത്തിലുള്ള ബാഹുബലി പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ കാഴ്ചകളൊന്നും ഈ വീഡിയോയിൽ വ്യക്തമാകുന്നില്ല. നമ്മുടെ ട്രെയിൻ എങ്ങനെയാ അപ്പോൾ ശ്രാവണബലഹോള റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ ശ്രാവണബലഹോള റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഏകദേശം 16ഓളം ട്രെയിനുകൾക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പും വരുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ അങ്ങനെയാണ് അപ്പോൾ അടുത്തായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതായി കാണുന്ന കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലുള്ള ബി.ജി. നഗർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 2 പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. BGNR എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 2ാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് ഇതാ നിർത്തിയിട്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ 06583 KSR ബംഗളൂരു ഹാസൻ മെമു ട്രെയിനാണ്. കുറച്ച് മുന്നേ വരെ ഇതൊരു ഡെമു ട്രെയിനായിട്ടാണ് സർവീസ് നടത്തുന്നത്. പിന്നീട് ഈ റൂട്ടിലൂടെയുള്ള ഇലക്ട്രിഫിക്കേഷനൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് മെമു ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. KSR ബംഗളൂരിൽ നിന്നും രാവിലെ 9:55 പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് 1:55 ഹാസൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്. ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ മെമു ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെ 1 മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതാപ്പം ബി.ജി. നഗർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. കർണാടകയിലെ തുംകൂർ ജില്ലയിലുള്ള യഡിയൂരു എന്നൊരു റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അടുത്തായി എത്തിക്കൊണ്ടിരിക്കുന്നത്. 3 പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ യഡിയൂരു റെയിൽവേ സ്റ്റേഷൻ. YY എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. ഈ യഡിയൂരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലായിട്ട് ഏതോ ഒരു ട്രെയിനിൻ്റെ MT റെയ്ക്കൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. 11:56 എത്തേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം 25 മിനിറ്റിന് മുകളിൽ വൈകി 12:22 ആയപ്പോഴേക്കാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുള്ളത്. യഡിയൂരു റെയിൽവേ സ്റ്റേഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 1 മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനിന് യഡിയൂരു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ളത്.
ട്രെയിൻ അങ്ങനെ ഇതപ്പം ചിക്കബനവാര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മൈസൂർ തൊട്ട് ഈ കാണുന്ന ചിക്കബനവാര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരെ നമ്മുടെ ട്രെയിൻ സിംഗിൾ ലൈൻ സെക്ഷനിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. ചിക്കബനവാര ജംഗ്ഷൻ തൊട്ട് യശ്വന്ത്പൂർ വരെ ഇനിയുള്ള ട്രാക്ക് ഡബിൾ ലൈൻ സെക്ഷനാണ്. ആകെ 5 പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനുള്ളത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൽ ബംഗളൂരു ഡിവിഷന് കീഴിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ ചിക്കബനവാര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേയുള്ള നമ്മുടെ ഈ ട്രെയിനിൻ്റെ അവസാന റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ ചിക്കബനവാര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 8 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ ചിക്കബനവാര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ ഡിലേ ഇപ്പോൾ വെറും 7 മിനിറ്റായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 1:50 എത്തേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ 1:57 ഇവിടെ എത്തിയത്. ചിക്കബനവാര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ 66-571 KSR ബംഗളൂരിൽ നിന്നും തുംകൂറിലോട്ട് പോകുന്ന ഉത്കൃഷ് ലിവറിയിലുള്ള ഒരു മെമു ട്രെയിനാണ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പോൾ ചിക്കബനവാര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1:57 ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ നമ്മുടെ ട്രെയിൻ ഏകദേശം അരമണിക്കൂറിന് മുകളിൽ പിടിച്ചിട്ടതിന് ശേഷം 2:30ക്കാണ് ചിക്കബനവാര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെട്ടത്. യശ്വന്ത്പൂർ ഔട്ടറിൽ വെച്ച് ഇതപ്പോൾ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന ഒരു വന്ദേ ഭാരതാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ നമ്പർ 207004 യശ്വന്ത്പൂർ കാച്ചിഗുഡ വന്ദേ ഭാരതാണ് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:45 യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ രാത്രി 11 കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത്. അങ്ങനെ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ടറിലെത്തിയോടെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വീണ്ടും ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 10-20 മിനിറ്റിന് മുകളിൽ വീണ്ടും പിടിച്ചിട്ടതിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതപ്പം വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വലതുവശത്തായി ഇതായി കാണുന്നത് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനോടനുബന്ധിച്ച് കൊണ്ടുള്ള ട്രെയിനുകളുടെ മെയിൻ്റെനൻസും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന യാർഡാണ് ഇതാ കാണുന്നതൊക്കെ. നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന റെയിൽവേ സ്റ്റേഷനായ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഒരു WDP 4D ഡീസൽ ലോക്കോയുമായി യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെടാനായി നിൽക്കുന്നത് ട്രെയിൻ നമ്പർ 17309 യശ്വന്ത്പൂർ വാസ്കോഡഗാമ എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ ഉച്ചയ്ക്ക് 3 മണിക്കാണ് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടേണ്ടത്. നമ്മുടെ ട്രെയിനിൻ്റെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായി നിർത്തിയിട്ടിരിക്കുന്നത് യശ്വന്ത്പൂർ ഹൊസൂർ മെമു ട്രെയിനാണ്.
അങ്ങനെ 2 മിനിറ്റ് മാത്രം വൈകിക്കൊണ്ട് നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതപ്പോൾ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്ക് എത്തേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ 3:02 ആയപ്പോഴേക്കാണ് ഇത് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിനിന് സ്ലാക്ക് ടൈം ഒക്കെ കൊടുത്തിട്ടുണ്ട്, എങ്കിലും ഒന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ചിക്കബനവാര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്കുള്ള 8 കിലോമീറ്റർ ഓടാൻ ഈ ട്രെയിനിന് 1 മണിക്കൂറും 10 മിനിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സ്ലാക്ക് ടൈം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ടറിലൊക്കെ നമ്മുടെ ട്രെയിനിൽ നിന്ന് ഒരുപാട് സമയം പിടിച്ചിട്ടുകൊണ്ടാണ് നമ്മുടെ ട്രെയിൻ ഇത്ര ലേറ്റ് ആയത്. അധിക ദിവസങ്ങളിലും ഈ ട്രെയിൻ 3 മണിക്ക് മുന്നേ ആയി തന്നെ ബിഫോർ ടൈമിൽ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരാറുണ്ട്. അങ്ങനെ മൈസൂരിൽ നിന്ന് യശ്വന്ത്പൂരിലോട്ടുള്ള നമ്മുടെ ഈ മൈസൂരു യശ്വന്ത്പൂർ എക്സ്പ്രസിൻ്റെ വീഡിയോ നമ്മളിതായി കാണുന്ന യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി.